ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ലേൺ കോമേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്യാഷ് ബുക്കിൻ്റെ ടൈപ്സ് ആയിരുന്നു. അതിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ മീനിങ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് ആൻഡ് ക്യാഷ് കോളം. ഒരു ക്യാഷ് ബുക്ക് തന്നെ നമ്മൾ ബാങ്ക് എമൗണ്ട് കോളവും അതുപോലെ തന്നെ ക്യാഷ് എമൗണ്ട് കോളോ എഴുതുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ ബിസിനസ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള കാരണം എന്താണ്? അത് ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ആണ് നോർമലി ബിസിനസ് ഓർഗനൈസേഷൻ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത്. എ ബിസിനസ് മാൻ ജനറലി ഓപ്പൺസ് എ കറണ്ട് അക്കൗണ്ട് വിത്ത് ബാങ്ക്. A bank do not allow any interest on the balance in the current account but charge a small amount called incidental charges for the services rendered. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു അക്കൗണ്ടിൻ്റെ മുകളിൽ മീൻസ് കറണ്ട് അക്കൗണ്ടിൻ്റെ മുകളിൽ ബിസിനസ്മാന് ഒരിക്കലും ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പകരം എന്താണ്? അവർ റെൻഡർ ചെയ്യുന്ന സർവീസിന് പകരമായിട്ട് ഒരു സ്മോൾ ചാർജ് ഈടാക്കും. അതിനെ നമ്മൾ ബാങ്ക് ചാർജസ് എന്ന് പറയാറുണ്ട്. അതിന് മറ്റൊരു പേരാണ് ഇൻസിഡൻ്റൽ ചാർജസ്. അപ്പം നമ്മൾ ബാങ്ക് കോളം കൂടെ വെച്ച് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാഷ് എമൗണ്ട് കോളം എങ്ങനെയാണോ ബാലൻസ് ചെയ്തത് സെയിം മാനറിൽ തന്നെയാണ് എന്ത് ചെയ്യുക? ബാങ്ക് കോളവും ബാലൻസ് ചെയ്യേണ്ടത്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ആഡ് ചെയ്ത് നോക്കുക. ഏറ്റവും കൂടുതൽ സം എവിടെയാണോ വരുന്നത് ആ ബാലൻസ് ആയിരിക്കും ആ അക്കൗണ്ടിൻ്റെ ബാലൻസ്. അപ്പം ക്യാഷ് ബുക്കിൻ്റെ ക്യാഷ് കോളത്തിനെ സംബന്ധിച്ച് ബാലൻസ് എവിടെയാണ് വരിക? ഡെബിറ്റ് സൈഡിലാണ്. കാരണം അവിടെ ആയിരിക്കും കൂടുതലായിട്ട് എമൗണ്ട് ഉണ്ടായിരിക്കും. നമുക്ക് ക്യാഷ് കയ്യിലുള്ള ക്യാഷ് മാത്രമേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ബാങ്ക് എമൗണ്ടിൻ്റെ കേസിൽ അവിടെ ബാങ്ക് കോളത്തിൽ ചിലപ്പോൾ എന്ത് വരാം? ക്രെഡിറ്റ് ബാലൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? ദർ ക്യാൻ ബി ക്രെഡിറ്റ് ബാലൻസ് ഓൾസോ ബിക്കോസ് ഓഫ് ദ ഓവർ ഡ്രാഫ്റ്റ് ടേക്കൺ ഫ്രം ദ ബാങ്ക്. ബാങ്ക് കറണ്ട് അക്കൗണ്ടിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിലുള്ള ബാലൻസിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാലൻസ് വരെ എവിടെയായിരിക്കും? ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഓർക്കേണ്ട കോൺസെപ്റ്റ് ഇതാണ് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് ഇസ് എ സിറ്റുവേഷൻ വെൻ ക്യാഷ് വിഡ്രോൺ ഫ്രം ദ ബാങ്ക് എക്സീഡ്സ് ദ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സിറ്റുവേഷനെ വിളിക്കുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ്. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ആയിട്ടൊന്ന് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ മീനിങ് ഒന്നുകൂടെ ജസ്റ്റ് പറയാം. ജസ്റ്റ് വായിക്കുന്നേ ഉള്ളൂ. എന്താണ്? ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഓർ ടു കോളം ക്യാഷ് ബുക്ക് കൺസിസ്റ്റ് ഓഫ് ടു കോളംസ് ഓഫ് എമൗണ്ട് on each side to record cash and bank transactions. In other words, by simply adding a bank column to both sides of a single column cash book, we can make it. Means നമുക്കൊരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഒരു എമൗണ്ട് കോളം കൂടെ രണ്ട് സൈഡിലും ഒരു എമൗണ്ട് കോളം കൂടെ ആഡ് ചെയ്യുക. അതിന് ബാങ്ക് എമൗണ്ട് കോളം എന്ന് പേര് കൊടുക്കുക. ഇത്ര മതി. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബാങ്കിങ് ട്രാൻസാക്ഷനെ കുറിച്ചിട്ടാണ്. ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് ബിസിനസ്. ബിസിനസ്സും ബാങ്കും തമ്മിലുള്ള ട്രാൻസാക്ഷൻ എങ്ങനെയായിരിക്കും? അപ്പോൾ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് ബിസിനസ് എൻ്റർപ്രൈസ് ആർ ലൈക്ക് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും തമ്മിൽ എങ്ങനെയാണോ ട്രാൻസാക്ഷൻ നടക്കുന്നത് അതേ റിലേഷൻഷിപ്പിലാണ് ബാങ്കും ബിസിനസ് എൻ്റർപ്രൈസും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. While journalizing the bank transactions, when bank balances increases, bank should be debited. അപ്പോൾ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ബാങ്ക് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷനാണ് നടക്കുന്നതെങ്കിൽ അത് ബാങ്ക് എമൗണ്ട് കോളത്തിന് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇനി അതല്ല ബാങ്ക് ബാലൻസ് ഡിക്രീസ് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ നടക്കുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ബാങ്ക് ബാലൻസ് ഡിക്രീസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എഴുതേണ്ടത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എന്നാണ്. ഫസ്റ്റ് വൺ, ക്യാഷ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഓർ എന്താണ്? ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാഷ് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ബാങ്കിൻ്റെ അക്കൗണ്ടിൽ എമൗണ്ട് കൂടുകയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം, കുറയുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി വരിക. നെക്സ്റ്റ്, ക്യാഷ് ഇസ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിലുള്ള എമൗണ്ട് കുറയും. അപ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ്, വെൻ ചെക്സ് ഡ്രാഫ്റ്റ്സ് എക്സെട്ര റിസീവ്ഡ് ഫ്രം ദ ഡെപ്റ്റർ. ഡെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്? ചെക്കോ ഡ്രാഫ്റ്റോ റിസീവ് ചെയ്യാണ്. ആൻഡ് നോട്ട് ഡെപ്പോസിറ്റ് ഓൺ ദി സെയിം ഡേ. സെയിം ഡേയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്?
ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്നാണ്. അപ്പം ചെക്ക് റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് റിസീവ് ചെയ്യുന്നു, പക്ഷേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ദിവസത്തെ എൻട്രി എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്നാണ്. ഇവിടെ കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കൂടുകയാണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? ബാങ്കിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ചെക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കൂടുന്നില്ല. കാരണം അതെന്ത് ചെയ്യുന്നില്ല? ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെക്ക് അവിടെ റെമിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നില്ല. അപ്പോൾ എൻട്രി എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് വരുന്നതായിട്ട് കാണിക്കണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ്, ചെക്സ്, ഡ്രാഫ്റ്റ്സ് എക്സെട്ര റിസീവ്ഡ് ആർ ഡെപ്പോസിറ്റഡ് വിത്ത് ഓർ സെൻഡ് ടു ബാങ്ക് ഓൺ അനദർ ഡേ. ഇനി മറ്റൊരു ദിവസം ഈ ഒരു നമ്മളിപ്പം ചെക്ക് വാങ്ങി വെച്ചു, അത് മറ്റൊരു ദിവസം എന്ത് ചെയ്യാണ്? ബാങ്കിലേക്ക് റെമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് വരുന്ന എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ചെക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നെക്സ്റ്റ് വൺ, ചെക്സ്, drafts etc received from debtors or customers paid into bank on the same day. അപ്പോൾ നമ്മൾ ചെക്ക് റിസീവ് ചെയ്യുന്ന സെയിം ഡേയിൽ തന്നെ ബാങ്കിൽ ആ ചെക്ക് എത്തിക്കുകയാണെങ്കിൽ എഴുതേണ്ട ജേർണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് ഓർ കസ്റ്റമേഴ്സ്. മീൻസ് ബാങ്ക് അക്കൗണ്ടിലെ എമൗണ്ട് കൂടും, അപ്പോൾ ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ഡെപ്റ്റർ ക്രെഡിറ്റ് ചെയ്യുന്നു. വെൻ ചെക്ക് ഈസ് ഡിസോണർ ദ എൻട്രി ഷുഡ് ബി റിവേഴ്സ്ഡ്. ഇനി ഈ ചെക്ക് ഡിസോണർ ആവുകയാണ്, അല്ലെങ്കിൽ എമൗണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ റിട്ടേൺ ആവുകയാണെങ്കിൽ നമ്മൾ ഈ എൻട്രിയെ നേരെ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ചെക്ക് ഡിസോണർ ആവുന്ന സമയത്ത് എൻട്രി എന്താണ്? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നായിരിക്കും. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, കസ്റ്റമർ ഓർ ഡെപ്റ്റർ ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ക്യാഷ് ഓർ ചെക്ക് ഇൻ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമർ എന്ത് ചെയ്യാണ്? ചെക്ക് അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റർ എന്നായിരിക്കും ജേർണൽ എൻട്രി ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വൺ, പേയ്മെൻറ്റ് ബൈ ഇഷ്യൂയിങ് ചെക്ക്. ചെക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുള്ളത് ചെയ്യുവാണെങ്കിൽ, പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമ്മളെ എൻട്രി എന്തായിരിക്കും? പേഴ്സണൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. മീൻസ് എന്താണ്? നമ്മൾ ആർക്കാണോ ചെക്ക് കൊടുത്തിട്ടുള്ളത് അയാളെ ഡെബിറ്റ് ചെയ്യുക ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിലെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. വെൻ ചെക്ക് ഈസ് ഡിസോണർഡ്, ഇനി നമ്മൾ കൊടുത്തിട്ടുള്ള ചെക്ക് ഡിസോണർ ആവുകയാണെങ്കിൽ ഈ എൻട്രി റിവേഴ്സ് ചെയ്ത് എഴുതണം. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പേഴ്സണൽ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് അലൗഡ് ഓൺ ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് ബാങ്ക് അലൗ ചെയ്യുന്നു. ആ സമയത്ത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇൻക്രീസ് ചെയ്യും, കാരണം ഇൻട്രസ്റ്റ് നമ്മളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ്. എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ്. നെക്സ്റ്റ്, കമ്മീഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദി ബാങ്ക്. ഇനി ബാങ്ക് അക്കൗണ്ടിൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ്? ചാർജസ് ഈടാക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ എൻട്രി എന്താണ്? ബാങ്ക് ചാർജസ് ആൻഡ് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കുറയും, അപ്പം ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. നെക്സ്റ്റ് വൺ, ചെക്സ് ആർ ഇഷ്യൂഡ് ഫോർ എക്സ്പെൻസസ്. ഇനി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനാണ് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസസിനെ ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്താണ്? എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ലാസ്റ്റ് വൺ, ക്യാഷ് ഈസ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. ഓണർ അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ എന്ത് ചെയ്യാണ്? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ക്യാഷ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ തേർഡ് കോളത്തിൽ എല്ലാ എൻട്രീൻ്റെയും റീസൺ എന്ന് പറയുന്നുണ്ട് റൂൾസ് വെച്ചിട്ട്. ആ റൂൾ കൂടെ ഒന്ന് കറക്റ്റായിട്ട് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് കാണിക്കാം. ഇതാണ് ഫോർമാറ്റ്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. അതിൽ ഡെബിറ്റ് സൈഡിൽ എന്താണ്? ഡേറ്റ്, റെസിപ്റ്റ്, LF, ക്യാഷിൻ്റെ എമൗണ്ട് കോളം, ബാങ്കിൻ്റെ എമൗണ്ട് കോളം. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, പേയ്മെൻറ്റ്സ്, LF, ക്യാഷ് എമൗണ്ട് കോളം, ബാങ്ക് എമൗണ്ട് കോളം. അപ്പം എഴുതേണ്ടത് ഇങ്ങനെയാണ്. റെസിപ്റ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ടിൽ എഴുതേണ്ടത് എന്താണ്? ക്യാഷ് റെസിപ്റ്റ്സ് ആണ്. നെക്സ്റ്റ് റെസിപ്റ്റ് സൈഡിൽ ബാങ്ക് എമൗണ്ട് കോളത്തിൽ എഴുതുന്നത് ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണ്. നെക്സ്റ്റ് പേയ്മെൻറ്റ് സൈഡിലാവുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ടിനെ കുറയ്ക്കുന്ന ട്രാൻസാക്ഷൻസ് ക്യാഷ് എമൗണ്ട് കോളത്തിൽ എഴുതുക. ഇനി ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസിനെ കുറയ്ക്കുന്ന ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക? ബാങ്ക് എമൗണ്ട് കോളത്തിൽ എഴുതുക. അതിനുശേഷം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ചെയ്യുക.
അപ്പോൾ ബാങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാവരും ചെയ്തു നോക്കുക. താങ്ക് യു.